പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശത്ത് കുടുങ്ങിയ പ്രവാസി മലയാളികളുടെ വിമാനങ്ങൾ മറ്റന്നാൾ പുറപ്പെടാനിരിക്കെ ദുബായിൽ നിന്നും കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഇരട്ടിയാക്കിയതായി സൂചന. ഇന്ത്യൻ എംബസിയാണ് ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച് സൂചന നൽകിയത്. കേരളത്തിലേക്കുള്ള മടക്കയാത്രയ്ക്ക് എയർ ഇന്ത്യ 30 UAE ദിർഹംസ്, അതായത് 13,000 രൂപയായിരിക്കും ഈടാക്കുന്നത് എന്നാണ് ഇന്ത്യൻ എംബസി സൂചിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇടപെട്ട് അർഹതപ്പെട്ടവർക്കെങ്കിലും ടിക്കറ്റ് സൗജന്യമാക്കണമെന്നാണ് ദുരിതത്തിലായ തൊഴിലാളികളടക്കമുള്ളവരുടെ ആവശ്യം. മടക്കയാത്രയ്ക്ക് വിമാന ടിക്കറ്റ് നിരക്ക് യാത്രക്കാർ വഹിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം ജോലി നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. 1 മാസത്തിലധികമായി ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവർക്കും വേതനമില്ലാതെ നിർബന്ധിത അവധിയിലായിരിക്കുന്നവർക്കും ഈ തുക വലിയ ബാധ്യതയാണെന്ന് പ്രവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ക്യാമ്പുകളിലും മറ്റും ജീവിച്ചവരടക്കമാണ് മടങ്ങി വരാനൊരുങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ ടിക്കറ്റിന് പണമില്ലെന്ന കാരണത്താൽ മടക്കയാത്രയ്ക്കുള്ള അവസരം നിഷേധിക്കരുതെന്നാണ് തൊഴിലാളികളടക്കമുള്ളവർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് അഭ്യർത്ഥിക്കുന്നതും. അതേസമയം ഇന്ത്യക്കാരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനായി നാവികസേനയുടെ 4 കപ്പലുകളും പുറപ്പെട്ടു. ദുബായിലേക്കും മാലിദ്വീപിലേക്കുമായി 2 നാവികസേനാ കപ്പലുകളാണ് പുറപ്പെട്ടിട്ടുള്ളത്. ദുബായിലേക്കുള്ള കപ്പലുകൾ വ്യാഴാഴ്ച വൈകുന്നേരം അവിടെ എത്തും. 8-ാം തീയതി മടങ്ങിയേക്കുമെന്നാണ് ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ദുബായിൽ നിന്നും കപ്പലുകൾ കൊച്ചിയിലേക്കാണ് എത്തുക. മടക്കയാത്രയ്ക്ക് 3.5 ദിവസം വേണം. ആവശ്യത്തിനനുസരിച്ച് നിയോഗിക്കുമെന്നും സേനാ വൃത്തങ്ങൾ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.